എല്ലാവർക്കും ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. ലോഗോസ് ക്വിസ് 2026 സാമുവേൽ 3-ാം അധ്യായത്തിലെ പ്രധാനപ്പെട്ട ചോദ്യോത്തരങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. സാമുവേൽ 3-ാം അധ്യായത്തിലെ പ്രധാനപ്പെട്ട ചോദ്യോത്തരങ്ങൾ. സാമുവേൽ 3-ാം അധ്യായത്തിൻ്റെ ശീർഷകം എന്ത്? ഉത്തരം: സാമുവേലിനെ വിളിക്കുന്നു. സാമുവേൽ 3-ാം അധ്യായത്തിൽ എത്ര വാക്യങ്ങളുണ്ട്? ഉത്തരം: 21. ആരുടെ സാന്നിധ്യത്തിലാണ് ബാലനായ സാമുവേൽ കർത്താവിന് ശുശ്രൂഷ ചെയ്തു പോന്നത്? ഉത്തരം: ഏലിയുടെ സാന്നിധ്യത്തിൽ. അക്കാലത്ത് കർത്താവിൻ്റെ എന്താണ് ചുരുക്കമായി ലഭിച്ചിരുന്നത്? ഉത്തരം: കർത്താവിൻ്റെ അരുളപ്പാട്. അക്കാലത്ത് എന്താണ് വിരളമായിരുന്നത്? ഉത്തരം: കർത്താവിൻ്റെ ദർശനങ്ങൾ. ആർക്കാണ് ഒന്നും കാണാൻ കഴിയാത്ത വിധം കാഴ്ച മങ്ങിത്തുടങ്ങിയത്? ഉത്തരം: ഏലിക്ക്. എന്താണ് അണഞ്ഞിരുന്നില്ല എന്ന് 3:3 പറയുന്നത്? ദൈവത്തിൻ്റെ മുൻപിലെ ദീപം. സാമുവേൽ ദേവാലയത്തിൽ എന്തിൻ്റെ അരികിലാണ് കിടക്കുകയായിരുന്നത്? ഉത്തരം: ദൈവത്തിൻ്റെ പേടകം സ്ഥിതി ചെയ്യുന്നതിനരികെ. കർത്താവ് എന്ത് പറഞ്ഞാണ് ആദ്യം സാമുവേലിനെ വിളിച്ചത്? സാമുവേൽ, സാമുവേൽ. കർത്താവ് സാമുവേലിനെ സാമുവേൽ, സാമുവേൽ എന്ന് വിളിച്ചപ്പോൾ സാമുവേൽ എങ്ങനെയാണ് വിളി കേട്ടത്? ഞാൻ ഇതാ. ഞാനിതാ എന്ന് സാമുവേൽ വിളി കേട്ട് ആരുടെ അടുക്കിലേക്കാണ് ഓടിയത്? ഉത്തരം: ഏലിയുടെ. ഏലിയുടെ അടുക്കിലേക്ക് ഓടി സാമുവേൽ എന്താണ് പറഞ്ഞത്? ഉത്തരം: അങ്ങ് എന്നെ വിളിച്ചല്ലോ, ഞാനിതാ വന്നിരിക്കുന്നു. അങ്ങനെ വിളിച്ചല്ലോ, ഞാനിതാ വന്നിരിക്കുന്നു എന്ന് സാമുവേൽ പറഞ്ഞപ്പോൾ ഏലി എന്താണ് പറഞ്ഞത്? ഞാൻ നിന്നെ വിളിച്ചില്ല, പോയി കിടന്നുകൊള്ളുക. രണ്ടാമത് കർത്താവ് സാമുവേലിനെ എങ്ങനെയാണ് വിളിച്ചത്? ഉത്തരം: സാമുവേൽ. രണ്ടാമതും അങ്ങനെ വിളിച്ചല്ലോ, ഞാനിതാ വന്നിരിക്കുന്നു എന്ന് സാമുവേൽ പറഞ്ഞപ്പോൾ ഏലി എന്താണ് പറഞ്ഞത്? മകനെ, നിന്നെ ഞാൻ വിളിച്ചില്ല, പോയി കിടന്നുകൊള്ളൂ. കർത്താവാണ് വിളിച്ചതെന്ന് സാമുവേൽ അറിഞ്ഞില്ല. കാരണം എന്ത്? കർത്താവിൻ്റെ ശബ്ദം അവന് വെളിവാക്കപ്പെട്ടിരുന്നില്ല. മൂന്നാമതും കർത്താവ് സാമുവേലിനെ വിളിച്ചപ്പോൾ സാമുവേൽ ഏലിയായുടെ അടുത്ത് ചെന്ന് അങ്ങനെ വിളിച്ചല്ലോ, ഞാനിതാ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ ഏലിക്ക് എന്താണ് മനസ്സിലായത്? കർത്താവാണ് ബാലനെ വിളിച്ചതെന്ന്. കർത്താവാണ് സാമുവേലിനെ വിളിച്ചതെന്ന് ഏലിക്ക് മനസ്സിലായപ്പോൾ ഏലി സാമുവേലിനോട് പറഞ്ഞതെന്ത്? പോയി കിടന്നുകൊള്ളുക. ഇനി നിന്നെ വിളിച്ചാൽ കർത്താവെ അരുൾ ചെയ്താലും അങ്ങയുടെ ദാസനിത ശ്രവിക്കുന്നു എന്ന് പറയണം. 4-ാം പ്രാവശ്യം കർത്താവ് സാമുവേൽ, സാമുവേൽ എന്ന് വിളിച്ചപ്പോൾ സാമുവേൽ എന്താണ് പ്രതിവചിച്ചത്? അരുൾ ചെയ്താലും അങ്ങയുടെ ദാസനിത ശ്രവിക്കുന്നു. ഏത് ജനതയോട് ഒരു കാര്യം ചെയ്യാൻ പോവുകയാണ് എന്നാണ് കർത്താവ് സാമുവേലിനോട് പറയുന്നത്? ഉത്തരം: ഇസ്രായേൽ ജനതയോട്. ഇസ്രായേൽ ജനതയോട് ഒരു കാര്യം ചെയ്യാൻ പോവുകയാണ്. അത് കേൾക്കുന്നതിൻ്റെ ഡാഷ് തരിച്ചു പോകും. പൂരിപ്പിക്കുക: ഇരു ചെവികളും. ആരുടെ കുടുംബത്തിനെതിരായി ഞാൻ പറഞ്ഞിട്ടുള്ളതെല്ലാം നിർവഹിക്കുമെന്നാണ് കർത്താവ് പറയുന്നത്? ഏലിയുടെ കുടുംബത്തിനെതിരായി. ഏലിയുടെ മക്കൾ എന്ത് പറയുന്ന കാര്യം അറിഞ്ഞിട്ടും അവർ തടഞ്ഞില്ല എന്നാണ് കർത്താവ് പറയുന്നത്? ഉത്തരം: ദൈവദൂഷണം പറയുന്ന കാര്യം. ഏലി കുടുംബത്തിൻ്റെ പാപത്തിന് ഒരിക്കലും പരിഹാരമാവുകയില്ലെന്ന് കർത്താവ് ശപഥം ചെയ്ത് പറഞ്ഞ കാര്യങ്ങൾ എന്തെല്ലാം? ഉത്തരം: ബലികളും കാഴ്ചകളും. സാമുവേൽ 3:15 സാമുവേൽ എത്ര സമയം വരെയാണ് കിടന്നത്? ഉത്തരം: പ്രഭാതം വരെ. സാമുവേൽ എന്ത് ഏലിയോട് പറയാനാണ് ഭയപ്പെട്ടത്? ഉത്തരം: തനിക്കുണ്ടായ കർത്താവിൻ്റെ ദർശനം. സാമുവേൽ 3:16 മകനെ സാമുവേൽ എന്ന് വിളിച്ചത് ആരാണ്? ഏലി. കർത്താവ് ആരോട് കൂടെ ഉണ്ടായിരുന്നു എന്നാണ് 3:19 പറയുന്നത്? സാമുവേലിൻ്റെ കൂടെ. സാമുവേലിൻ്റെ എന്ത് വ്യർത്ഥമാകാൻ അവിടെ നിന്ന് ഇടവരുത്തിയില്ല എന്നാണ് പറയുന്നത്? ഉത്തരം: വാക്കുകൾ. സാമുവേൽ കർത്താവിൻ്റെ പ്രവാചകനായി തീർന്നിരിക്കുന്നു എന്ന് ആരാണ് പറഞ്ഞത്? ഉത്തരം: ദാൻ മുതൽ ബെർശബ വരെയുള്ള ഇസ്രായേൽ ജനം. കർത്താവ് സാമുവേലിനോട് സംസാരിച്ച് തന്നെ വെളിപ്പെടുത്തിയത് എവിടെ വെച്ച്? ഉത്തരം: ഷീലോയിൽ വെച്ച്.